ബോളിവുഡ് നടി സോനാക്ഷി സിൻഹയും നടൻ സഹീർ ഇക്ബാലിന്റെയും വിവാഹത്തിന്റെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വിവാഹം. ദീർഘനാളായി പ്രണയത്തിലായിരുന്ന ഇരുവരും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹിതരായത്. വിവാഹം ലളിതമായിരുന്നെങ്കിലും മുംബൈയിൽ വെച്ച് ബോളിവുഡ് താരങ്ങൾ പങ്കെടുത്ത ഗംഭീര സൽക്കാരവും നടന്നിരുന്നു. അതേസമയം താരങ്ങളുടെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ പുതിയ വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. വിവാഹ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് മണിക്കൂറുകൾക്കകം സുഹൃത്തുക്കളിൽ നിന്നും ആരാധകരിൽ നിന്നും ആശംസകൾ കമന്റുകളായി നിറഞ്ഞു. ഇതിനിടയിൽ വെറുപ്പ് നിറഞ്ഞ കമന്റുകളും അത്തരത്തിലുള്ള ട്രോളുകളും ഇടം പിടിച്ചു. ഇതോടെ ദമ്പതികൾ കമന്റ് ബോക്സിൽ പൂട്ടിട്ടു. എന്നാൽ ഇപ്പോൾ ട്രോളുകൾക്കപ്പുറം പട്നയിൽ നടിക്കെതിരെ ഹിന്ദുത്വവാദികളുടെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സോനാക്ഷിയുടെയും സഹീറിന്റെയും കല്യാണത്തെ ലവ് ജിഹാദ് എന്ന് വിളിച്ച ഹിന്ദു ശിവഭവാനി സേന എന്ന സംഘടന നടിയെ ബീഹാറിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പട്നയിൽ ഉടനീളം പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സിൻഹ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകളിൽ സഹീറും സോനാക്ഷിയും ചേർന്ന് രാജ്യത്തെ ഇസ്ലാമിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണെന്നും ആരോപിക്കുന്നുണ്ട്. സോനാക്ഷിയുടെ പിതാവും നടനും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ ശത്രുഘ്നൻ സിൻഹയ്ക്കും സംഘടന ഭീഷണി സന്ദേശം അയച്ചിട്ടുണ്ട്. സോനാക്ഷിയുടെയും സഹീറിന്റെയും വിവാഹം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ വിവാഹം പ്രണയത്തിന്റെ മറവിൽ നടക്കുന്ന മതപരമായ ഗൂഢാലോചനയാണ്. ഹിന്ദു സംസ്കാരത്തെ തകർക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഹിന്ദു ശിവഭവാനി സേന സോനാക്ഷി സിൻഹയെ ബീഹാറിൽ പ്രവേശിപ്പിക്കില്ലെന്നും പോസ്റ്ററിൽ പറയുന്നു. ഇതുകൂടാതെ മുംബൈയിലെ ശത്രുഘ്നൻ സിൻഹയുടെ രാമായണ എന്ന വീടിന്റെ പേരും മക്കളായ ലവകുശ എന്നിവരുടെ പേര് മാറ്റണമെന്നും സംഘടന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സോനാക്ഷിയെ കൂടാതെ ലവ് സിൻഹ, കുഷ് സിൻഹ എന്നീ രണ്ടു മക്കളും ശത്രുഘ്നൻ സിൻഹയ്ക്കുണ്ട്. അതേസമയം സോനാക്ഷിയും സഹീറും ഇതുവരെ പോസ്റ്ററുകളോട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ തന്റെ മകൾ നിയമവിരുദ്ധമായോ ഭരണഘടനാ വിരുദ്ധമായോ ഒന്നും ചെയ്തിട്ടില്ലെന്നും ശത്രുഘ്നൻ വ്യക്തമാക്കി. അവരുടെ ജീവിതത്തിൽ ആർക്കും ഇടപെടാൻ അവകാശമില്ല. എല്ലാ പ്രതിഷേധക്കാരോടും എനിക്ക് പറയാനുള്ളത്, പോയി ഒരു ജീവിതം നേടൂ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ചെയ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തന്റെ മകന്റെ വിവാഹം മതാചാര പ്രകാരമായിരിക്കില്ലെന്ന് സഹീറിന്റെ പിതാവ് ഇക്ബാൽ രഖ്നാസി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്റെ മകന്റെ വിവാഹം ഹിന്ദു വിവാഹമോ മുസ്ലിം വിവാഹമോ ആയിരിക്കില്ല, രജിസ്റ്റർ വിവാഹമായിരിക്കും. വിവാഹശേഷം സോനാക്ഷി ഇസ്ലാമിലേക്ക് മതം മാറില്ല, അത് ഉറപ്പാണ്. ഹൃദയങ്ങൾ തമ്മിലാണ് ചേരുന്നത്, അതിൽ മതത്തിന് കാര്യമില്ല. ഞാൻ മനുഷ്യത്വത്തിലാണ് വിശ്വസിക്കുന്നത്. ദൈവത്തെ ഹിന്ദുക്കൾ ഭഗവാൻ എന്നും മുസ്ലിങ്ങൾ അള്ളാഹ് എന്നും വിളിക്കുന്നു. പക്ഷേ അവസാനം നമ്മൾ എല്ലാം മനുഷ്യരാണ്. സഹീറിനും സോനാക്ഷിക്കും എന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നായിരുന്നു ഇക്ബാലിന്റെ വാക്കുകൾ. 2020 മുതൽ സോനാക്ഷിയും സഹീറും സുഹൃത്തുക്കളാണ്. 2022 പുറത്തിറങ്ങിയ XXL എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത്. കഴിഞ്ഞ വർഷം ജോഡി ബ്ലോക്ക് ബാസ്റ്റർ എന്ന മ്യൂസിക് വീഡിയോയിലും ഒരുമിച്ചിരുന്നു. സഞ്ജയ് ലീല ബൻസാലിയുടെ ഹീരാമണ്ഡി എന്ന വെബ് സീരീസിലാണ് സോനാക്ഷി ഒടുവിൽ അഭിനയിച്ചത്.